ഹലോ REVSOUL, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് TVSന്റെ അപ്പാച്ചി RR310 ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ താരമായിട്ടുള്ള TVS അപ്പാച്ചി RR310 ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതെ, TVS പുതിയൊരു കളർ സ്കീമും കുറച്ചേറെ ഫീച്ചേഴ്സുമായിട്ട് പുതിയൊരു അപ്പാച്ചി RR310 ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയൊരു കളർ സ്കീം, അതെ, ബ്ലൂ കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സെഫാങ് ബ്ലൂ റേസ് റെപ്ലിക്ക എന്നാണ് TVS ഈ കളറിനെ നെയിം ചെയ്തേക്കുന്നത്. കാണാൻ അതിഭീകര ലുക്കാണ് കേട്ടോ പുതിയതായിട്ട് വന്ന ഈ ഒരു കളർ സ്കീമോടായിട്ട് വരുന്ന TVS അപ്പാച്ചി RR310. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ പുതുതായിട്ട് കുറേയേറെ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 300cc സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ട് ലോഞ്ച് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട് TVS അപ്പാച്ചി RR310. പിന്നെ നമുക്ക് പറയാനായിട്ട് സീക്വൻഷ്യലായിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുതുതായിട്ടൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കോർണറിംഗ് ഡ്രാഗ് ടോർക്ക് കൺട്രോൾ എന്നാണ് ഈ ഫീച്ചറിൻ്റെ പേര്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഈ ഒരു കൺട്രോൾ നമുക്ക് മെയിൻലി യൂസ് ആവുന്നത് കോർണറിങ്ങിലായിരിക്കും. ബിക്കോസ് കോർണറിങ്ങിൻ്റെ ടൈം നമ്മൾ ഇനി തൊട്ട് ഹാർഡ് ഡൗൺ ഷിഫ്റ്റ് ചെയ്താലും ഈ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ, അതായത് ഈ ഹാർഡ് ഡൗൺ ഷിഫ്റ്റിൻ്റെ ടൈം ആയാൽ പോലും സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ ബൈക്ക് തന്നെ കൺട്രോൾ ചെയ്ത് നമ്മുടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ. അത് വൺ ഓഫ് ദി ഗ്രേറ്റ് ഫീച്ചറായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പുതുതായിട്ട് TVS ഇൻട്രൊഡ്യൂസ് ചെയ്ത്. പിന്നെ പറയാൻ സാധിക്കുന്നതാണ് നമുക്ക് മീറ്റർ കൺസോളിൽ കുറേയേറെ ചേഞ്ചസ് പുതിയൊരു അപ്പാച്ചി RR310 കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പറയാനായിട്ട് നമ്മുടെ അപ്പാച്ചി RTR310 കണ്ടുവന്ന 8 സ്പോക്ക് അലോയ് വീൽസ് ഉണ്ടല്ലോ, അത് നമ്മുടെ അപ്പാച്ചി RR310 ഇനിക്കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സാണ് നമ്മുടെ TVS അപ്പാച്ചി RR310 കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇത്രയും ഫീച്ചേഴ്സ് അതിഗംഭീര ലുക്കുമായിട്ടുള്ള ഈ അപ്പാച്ചി RR310 വരുന്നത് വെറും 2,78,000 റുപ്പീസിനാണ്. അത് ഒരു ഗംഭീര പ്രൈസിംഗ് ആണ് നമ്മുടെ TVS ഈ ഒരു ബൈക്കിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും ബെസ്റ്റ് ബൈ ആണ് കേട്ടോ നമ്മുടെ TVS അപ്പാച്ചി RR310. പിന്നെ ഈ പുതിയ അപ്പാച്ചി RR310 കൂടുതൽ ഡീറ്റെയിൽസ് അറിയണോ, അതോ നിങ്ങൾക്ക് ബൈക്ക് കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്യണമെങ്കിൽ ഈ കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ന്യൂസ്, ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഓട്ടോമൊബൈൽ ന്യൂസ് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് പറഞ്ഞായിരുന്നു. നമ്മുടെ വോൾസ്വാഗൻ്റെ ടിഗ്വാൻ R-Line എന്ന കാറിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഇന്ത്യയിൽ വരുന്നുണ്ടെന്ന്. യെസ്, അങ്ങനെ ഫൈനലി വന്നിട്ടുണ്ട്. നമ്മുടെ സ്കോഡയുടെ കോഡിയാക്കിൻ്റെ സെക്കൻഡ് ജനറേഷനാണ് ഈ പറഞ്ഞു വന്ന കാർ കേട്ടോ. നമുക്ക് പഴയ പ്രൊഡ്യൂസറിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ലീക്കർ ഡിസൈനാണ്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു സ്പ്ലിറ്റ് കോഡ് ഹെഡ്ലൈറ്റ് സെറ്റപ്പൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻറ്റീരിയറിലോട്ട് നോക്കുമ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ മീറ്റർ കൺസോൾ, ഒരു 13 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്നിങ്ങനെ വേണ്ട കുറേയേറെ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് പുതിയൊരു സ്കോഡ കോഡിയൊക്കെ വരുന്നത്. പിന്നെ അഫ്കോഴ്സ് സേഫ്റ്റി വൈസ് നമുക്ക് EBS, ABS എന്നിങ്ങനെ പല ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ സ്കോഡ കോഡിയൊക്കെ വരുന്നത്. പ്രൈസിങ് വരുന്നത് ഒരു 46,96,000 റുപ്പീസിനാണ്. നല്ലൊരു പ്രൈസിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു കോമ്പറ്റീഷൻ പക്ക കോമ്പറ്റീഷനാണ് നമ്മുടെ ടാഗുകളുമായിട്ട്. അപ്പോൾ ഈ രണ്ട് കോമ്പറ്റീറ്റർ ഇന്ത്യയിലുള്ള സ്ഥിതിക്ക് മെഴ്സിഡീസ് ബെൻസ് പകുതിക്ക് ഒരു കാറിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത് CBU മോഡലായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്ന GLB 7 സീറ്റർ ആയിട്ടുണ്ടായിരുന്ന SUV ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് മെഴ്സിഡീസ് നല്ലൊരു മൂവാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇതേപോലെ കോമ്പറ്റീറ്ററൊക്കെ ഉള്ള സമയം മെഴ്സിഡീസ് ബെൻസിൻ്റെ GLBയുടെ ബുക്കിംഗ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യാം. അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹാപ്പി ന്യൂസും ഉണ്ട്, ഒരു സാഡ് ന്യൂസും ഉണ്ട്. പോർഷയുടെ സൈഡിൽ നിന്നാണ്. പോർഷയുടെ ഹാപ്പി ന്യൂസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യമേ സാഡ് ന്യൂസ് പറഞ്ഞാൽ വിഷമം തീർക്കാം. സാഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഇനി തൊട്ട് പോർഷയുടെ കാർസിന് ഒരു പ്രൈസ് ഇൻക്രീസ് വരുന്നതായിരിക്കും. അപ് ടു 15 lakh ഓഫ് പ്രൈസ് ഇൻക്രീസാണ് വരുന്നത്. എന്തായാലും ആ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളും കൂടെ ഇത് വായിച്ച് കേട്ട് കുറച്ച് വിഷമമൊക്കെ ഷെയർ ചെയ്തോ. പിന്നെ ഹാപ്പി ന്യൂസ് എന്ന് പറയാനായിട്ട് നമ്മുടെ പോർഷയുടെ തന്നെ 911 GT3 ഉണ്ടല്ലോ, ദി ഫാസ്റ്റസ്റ്റ് മാനുവൽ കാറിൻ്റെ ലാപ്പ് ടൈം റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെർബറിംഗ് ട്രാക്കിൽ 6 മിനിറ്റ് 56 സെക്കൻഡ് 294 മില്ലി സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫാസ്റ്റസ്റ്റ് മാനുവൽ കാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. പഴയ ഡോഡ്ജ് വൈപ്പർ ACRനെ ഒരു 9.6 സെക്കൻഡ്സിന് കുറവ് ടൈമിംഗ് എടുത്തുകൊണ്ടാണ് ഈ ഒരു 911 GT3 ഈ ഒരു ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ 911 GT3യിൽ വരുന്നത് ഒരു 4 ലിറ്റർ ഫ്ലാറ്റ് 6 ആയിട്ടുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഒരു 503 bhp ഒരു 450 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു എഞ്ചിൻ. പിന്നെ ഈ കാർ ഓടിക്കുന്നവരെല്ലാം പറയുന്നത് ഈ കാർ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു കാറും വേണ്ടെന്നാണ്. ബിക്കോസ് അതേപോലത്തെ റൈറ്റ് ക്വാളിറ്റി ആൻഡ് ഫീലാണ് നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാത്തതാണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പോർഷയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ്. പിന്നെ നമുക്ക് ഒരു EV ഫാൻസിനുള്ള ഒരു ഹാപ്പി ന്യൂസാണ്.
അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ടെസ്ല മോഡൽ വൈൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ ടെസ്റ്റിങ്ങിന് ടൈം സ്പൈ ഫീച്ചേഴ്സൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ലൈക്ക് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ വെച്ചാണ് ഈ ഒരു ലീക്ക് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ന്യൂസ് നമ്മുടെ ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്നാണ്. 2025 ഡുക്കാട്ടി സ്ക്രാംബ്ലർ ഫുൾ ത്രോട്ടിൽ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഒരു 12,60,000 രൂപയ്ക്കാണ്. ഒരു ബ്ലാക്ക് ആൻഡ് ബ്രോൺസ് കളർ പെയിൻറ്റ് കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ടുള്ള ലുക്കാണ് കേട്ടോ ഈ ഒരു ഫുൾ ത്രോട്ടിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. പിന്നെ പറയാനായിട്ട് ഒരു L2 എഞ്ചിനാണ്, ഒരു 803cc L2 എഞ്ചിനാണ്. 72 bhpയും 65 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു L2 എഞ്ചിൻ. പിന്നെ ഡുക്കാട്ടിയാണ്, ഓഫ്കോഴ്സ് അറിയാമല്ലോ, എല്ലാ വേണ്ട ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോൾ, റൈഡിംഗ് മോഡ്, അങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് സ്ക്രാംബ്ലർ ഫുൾ ത്രോട്ടിൽ ലോഞ്ച് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2025 കവാസാക്കി നിഞ്ച 650 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 7,26,000 റുപ്പീസിനാണ് പുതിയ 2025 കവാസാക്കി നിഞ്ച വന്നിരിക്കുന്നത്. പഴയ മോഡലിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ 11,000 റുപ്പീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. ആകെ കൂടെ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ ആകെ കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത്. പുതുതായിട്ട് ഒരു ലൈം ഗ്രീൻ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ പറയുമ്പോൾ ലൈക്ക് നമുക്ക് ഇപ്പോഴത്തെ ഓൺ ഗോയിങ് ആയിട്ടുള്ള 650 നമുക്ക് ലൈക്ക് ഒരു 25,000 റുപ്പീസിൻ്റെ ഒരു ഡിസ്കൗണ്ട് ഇപ്പോൾ കവാസാക്കി ഓഫർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു ബൈക്ക് വന്നല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ട് പറയാനുണ്ടായിരുന്നത്. ഇനി ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ന്യൂസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ ഒരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ഓക്കെ, ബൈ.